അർജുൻ കല്യാടൻ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഇപ്പോൾ പാംപ്ലാനി പല ഘട്ടത്തിലായി നടത്തിയ പ്രതികരണങ്ങൾ അത് രാഷ്ട്രീയ പ്രതികരണങ്ങൾ തന്നെയായിരുന്നു. കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട ശേഷവും നിലപാട് മാറ്റുന്നത് കണ്ടതാണ്. അതിനുശേഷം എം.വി. ഗോവിന്ദനെതിരെ നടത്തിയ പ്രസ്താവന, എം.വി. ഗോവിന്ദൻ നടത്തിയ മറുപടി, അതിനുശേഷം അതിനോട് സഭയുടെ പ്രതികരണം എല്ലാം കൂടുതൽ കലുഷിതമാക്കുന്നതല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടുള്ള നിലപാടിൽ നിന്നും ഇപ്പോഴും പിന്നോട്ട് പോകാൻ വേണ്ടി ഡിവൈഎഫ്ഐ തയ്യാറാവുന്നില്ല. നേരത്തെ പറഞ്ഞ അതേ നിലപാട് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെ പാംപ്ലാനി ബിഷപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ അതേ നാണയത്തിൽ തന്നെയുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ തുറന്നുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത് സഭയുടെയും വിശ്വാസികളുടെയും ഒക്കെ നേതാക്കന്മാരായിട്ടുള്ളവർ ആ സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ RSSും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും ക്രിസ്തീയ സംഘടനകൾക്കെതിരെ, ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ ഇവിടെയുള്ള സഭാ അധ്യക്ഷന്മാർ, സഭാ നേതൃത്വം ആകെ തന്നെ CPMനെയും അതുപോലെ തന്നെ മറ്റ് മതനിരപേക്ഷ കക്ഷികളെയും ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് തയ്യാറാവുന്നത്. മറിച്ച് RSSനെതിരെയും BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറാവുന്നില്ല. അത് തന്നെ ഒളിച്ചോട്ടമാണ്, അത് അപലപനീയമാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം. എന്തായാലും ഈ പറയുന്ന അതിരൂപത CPM പോര് അത് ഒന്നുകൂടി മുറുകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ പറഞ്ഞ അതേ നിലപാട്, അതായത് നിയോ മുള്ളറുടെ അവസ്ഥയായിരിക്കും ഇത്തരം പരാമർശങ്ങൾ നടത്തുകയും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന സഭാ അധ്യക്ഷന്മാർക്ക് ഉണ്ടാവുക എന്നുള്ളൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ആ പ്രതികരണം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അതായത് അതിനനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം സഭാ അധ്യക്ഷന്മാർ ഓരോ കാര്യങ്ങളിലും പ്രതികരണം നടത്തേണ്ടത്. പിന്നെ ഇത് ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തിന് എതിരായിട്ടുള്ള ഒരു പ്രതികരണമായി കാണേണ്ടതില്ല. രാഷ്ട്രീയ വിഷയങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ, രാഷ്ട്രീയ സംഘടനകൾക്ക് നേരെയൊക്കെ പ്രതികരണം നടത്തുകയും അത്തരം ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിമർശനങ്ങൾക്ക് കൂടി വിധേയമാവേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഡിവൈഎഫ്ഐ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന നേരത്തെ തന്നെ ഉയർത്തിയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതികരണം സഭാ നേതൃത്വത്തിൽ ഈ പറയുന്ന പാംപ്ലാനി ബിഷപ്പ് നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ എതിരായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതികരണം അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.